ഇന്ന് നമുക്ക് ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ബിരിയാണി റെഡിയാക്കാം. ഇതുപോലെ നല്ല ഫ്ലഫി ആയിട്ടുള്ള റൈസും ജ്യൂസി ആയിട്ടുള്ള ചിക്കനും ഒക്കെയാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി. അതിനാദ്യം നമുക്ക് ബരിസ്ത അല്ലെങ്കിൽ ഒനിയൻ ഫ്രൈ റെഡിയാക്കാം. ഞാനൊരു 3 സവാള എടുത്ത് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനെ ഇനി ഫ്രൈ ചെയ്തെടുക്കാം. അതിനൊരു പാനിൽ വറക്കാൻ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടാകുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് ഗോൾഡൻ ബ്രൗൺ ആകുന്നവരെ ഒന്ന് വറുത്തെടുക്കാം. ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ ഇതിനെ കോരി മാറ്റണം. കൂടുതൽ സമയം വെച്ചിരുന്നാൽ അത് കരിഞ്ഞു പോവും. എടുത്തു കഴിഞ്ഞു അത് കുറച്ചും കൂടി ഒരു കളർ ആകുന്നതാണ്. അതുകൊണ്ട് അതിനെ എടുത്തു കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ നിരത്തി വെക്കണം. ഇത് കണ്ടോ, ഞാനിപ്പോൾ കോരി എടുത്തതിനേക്കാളും കൂടുതൽ കളറായിട്ടുണ്ട് ഇപ്പോൾ ഇതിന്. ഇനി ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. 1/2 കിലോ ചിക്കൻ ഞാൻ എടുത്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 കഷ്ണം ഇഞ്ചി, 7 വെളുത്തുള്ളി അല്ലി, 3 പച്ചമുളക്, ഇതെല്ലാം കൂടെ അരച്ച ഒരു പേസ്റ്റും, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1 സ്പൂൺ മുളക് പൊടിയും, 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും, 1 ടീസ്പൂൺ ബിരിയാണി മസാലയും, 1/2 ടീസ്പൂൺ ഗരം മസാലയും, 4 ഏലക്ക ഒന്ന് ചതച്ചതും, 4-5 ഗ്രാമ്പൂവും, ആവശ്യത്തിന് ഉപ്പും, ഒരല്പം കസൂരിമേത്തി എടുത്ത് കൈകൊണ്ടൊന്ന് ക്രഷ് ചെയ്ത് അതും ഇട്ട്, 1 കപ്പ് അധികം പുളിയില്ലാത്ത തൈര് കട്ടയുടച്ച അതും, പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഒനിയനിൽ അല്പം ഡെക്കറേഷന് വേണ്ടി മാറ്റി വെച്ചിട്ട് ബാക്കി അതിലേക്ക് ചേർക്കാം. ഒനിയൻ ഫ്രൈ ചെയ്ത ഓയിലിൽ 2 സ്പൂൺ ഓയിലും കൂടി ഒഴിച്ച് നന്നായിട്ട് അതിനെ മിക്സ് ചെയ്തെടുക്കണം. ഈ ഒനിയൻ ഫ്രൈ ചെയ്ത ഓയിൽ നമ്മൾ ഒഴിക്കുമ്പോൾ ചിക്കന് നല്ലൊരു ഫ്ലേവർ വരും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗീ ഒഴിക്കാം. ഈ സമയത്ത് ഉപ്പുമൊക്കെ ചെക്ക് ചെയ്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 1/2 മണിക്കൂറെങ്കിലും കുറഞ്ഞത് മാറ്റി വയ്ക്കണം. കൂടുതൽ സമയം ഇരുന്നാൽ അത്രയും നല്ലത്. ഇനി ഒരു 1.5 കപ്പ് ലോങ് ഗ്രെയിൻ ബാസ്മതി റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് വാഷ് ചെയ്ത് 1/2 മണിക്കൂർ അത് സ്റ്റോക്ക് ചെയ്യാൻ വെക്കണം. അത് കഴിഞ്ഞ് നമുക്ക് റൈസ് വേവാനുള്ള വെള്ളം തിളയ്ക്കാൻ വയ്ക്കാം. അതിലേക്ക് കുറച്ച് റോ സ്പൈസസ്, പട്ട, ഗ്രാമ്പു, ഏലക്ക, ബേ ലീഫ്, 1 ടീസ്പൂൺ സാജീരകം, 2-3 കഷ്ണം നാരങ്ങ കട്ട് ചെയ്തിട്ടത്, 1/2 നാരങ്ങയുടെ നീര്. നാരങ്ങ കഷ്ണങ്ങൾ നമ്മൾ ഇടുന്നത് നല്ല വെളുത്ത് നല്ല വേറെ ആയിട്ട് റൈസ് കിടക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ആ വെള്ളം നല്ല ഉപ്പുരസം ഉള്ളതായിരിക്കണം, അത്ര ഉപ്പിടണം. എന്നാലേ ചോറിന് ആവശ്യത്തിന് ഉപ്പ് വരുള്ളൂ. 1 സ്പൂൺ ഓയിലും കൂടെ ഒഴിക്കാൻ വേണമെങ്കിൽ അത് ചോറ് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ്. ഇനി അത് തിളച്ച് വരുമ്പോഴേക്ക് നമുക്ക് ഒരു പാനിൽ 1 സ്പൂൺ നെയ്യ് ഒഴിച്ച് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇത് നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. ഒരു 6-7 മിനിറ്റ് കൊണ്ട് അത് റെഡിയായി കിട്ടും. ഒരു 80% കുക്കായാൽ മതി. ഇത് റൈസ് ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഇനി നമുക്കതിനെ ഒരു പ്ലേറ്റിലേക്ക് നിരത്തിയിടാം. ഓവർ കുക്ക് ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണത്. എന്നിട്ട് അതിലെ ബേ ലീഫും ലെമൺ സ്ലൈസസും ഒക്കെ എടുത്ത് മാറ്റാം. ഇത് ചിക്കൻ ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഇനി ഞാനിതിനൊരു തന്തൂരി സ്മോക്കി ഫ്ലേവർ കൊടുക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി ഒരു ഫോയിൽ പേപ്പർ അതിൻ്റെ മുകളിൽ വെച്ച് ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് പഴുപ്പിച്ച് ചാർക്കോൾ 2 കഷ്ണം വെച്ച് അതിലേക്ക് അല്പം നെയ്യ് ഒഴിച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് സ്മോക്ക് വരും. അപ്പം നന്നായിട്ട് അടച്ചു വെച്ച് കഴിഞ്ഞാൽ അതിന് നല്ലൊരു സ്മോക്കി ഫ്ലേവർ കിട്ടും. നിങ്ങൾക്കത് ഇഷ്ടമല്ലെങ്കിൽ ഈ മെത്തേഡ് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഞങ്ങൾക്കൊക്കെ അത് ഇഷ്ടമായതുകൊണ്ടാണ് ചെയ്യുന്നത്. അല്പസമയം കഴിഞ്ഞ് കഴിഞ്ഞ് അത് തുറന്ന് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് റൈസ് ലെയർ ചെയ്യാം. റൈസ് ഇങ്ങനെ ലെയർ ചെയ്ത ശേഷം അതിൻ്റെ മുകളിൽ വറുത്ത് വെച്ചിരിക്കുന്ന ഒനിയനും കാഷ്യൂനട്ടും കിസ്മിസും എല്ലാം നന്നായിട്ട് നിരത്തി അതിന് മുകളിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന പുതിനയിലയും മല്ലിയിലയും ഇട്ട് അല്പം നെയ്യ് ഒഴിച്ച് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്യാം. അതിൽ നന്നായിട്ട് ആവിയൊക്കെ വരും അന്നേരത്തേക്ക് മുകളിലേക്ക്. അതിനുശേഷം അതെടുത്ത് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. നമ്മുടെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നോക്കൂ എത്ര ഈസി ആയിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന്. ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് നേരത്തെ വെച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഈസിയാണ്, പക്ഷേ ടേസ്റ്റ് സൂപ്പറാണ് കേട്ടോ. ഒരു പ്രാവശ്യം നിങ്ങൾ ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കണം. നോക്കിക്കുക, റൈസൊക്കെ നല്ല വേറെ ആയിട്ട് നല്ല കളറിൽ നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കനൊക്കെയാണ് ഇതിൻ്റെ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിത് നല്ല റൈത്തയും പപ്പടവും അച്ചാറും ഒക്കെ കൂട്ടി ഇത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണേ. താങ്ക്